അധ്യായത്തിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. രാഹുൽ ഒന്ന് മുമ്പോട്ട് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നവൻ അരുളി ചെയ്തത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനല്ല, ശീതവാനുമല്ല. ശീതവാനും ഉഷ്ണവാനുമായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ വായു. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അനിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൻ ഈ സമ്പന്നനാകേണ്ടതിന് ഈ രൂപേക്ഷ കൊല്ലും ആത്മതയുടെ ലജ്ജ വെളിവാകാതെ ധരിക്കേണ്ടതിന് വെള്ളയും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെത്തുവാൻ ദേഹവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കാം, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വര നൽകും. ഞാനും ജയിച്ച എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെയ്യുക. ആമേൻ. സ്തോത്രം. 10,000 പേർക്ക് പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. 10,000 പേർക്ക് പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ക്രിസ്തു താൻ പരിവാര സമം ചെയ്യും പരിരസിച്ചിരുന്നതേ. മണവാളൻ ക്രിസ്തു താൻ പരിവാര സമം ചെയ്യും പരിരസിച്ചിരുന്നതേ. 10,000 പേർക്കടി പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. 10,000 പേർക്കടി പരമസുന്ദരനായ മണവാളൻ ഒരുവൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുപോലെ നമ്മൾ വായിച്ചു കേട്ടത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചിതമായ വേദഭാഗങ്ങളാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളിൽ അവസാന സഭയായി പറയുന്ന ലവോദിക്ക സഭയ്ക്ക് അവൻ എഴുതിയിരിക്കുന്ന ദൂതിനെയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് വലിയ ക്വാളിറ്റികളൊന്നും എടുത്ത് പറയാത്ത ഒരു സഭയാണ് ലവോദിക്ക സഭ. മറ്റ് സഭകൾക്കൊക്കെ അവരുടെ പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, പറയുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ ലവോദിക്ക സഭയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെയുള്ള ആ പഠനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പല കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഉണ്ട്. ഇന്ന് അത് തുർക്കിയുടെ ഭാഗമാണ്. തുർക്കിയുടെ ഭാഗമായി ഇന്ന് അങ്ങനെ ഒരു ദൈവസഭകളൊന്നുമില്ലാത്തൊരു പട്ടണമായിട്ട് ഈ പട്ടണം മാറിയിട്ടുണ്ട്. ഇന്നവിടെ ആകെ ഉള്ളത് മുസ്ലിം പള്ളികൾ മാത്രമാണ്. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലമാണ് ഇന്ന് ആ ദേശത്തിന് ഉള്ളത്. ഹല്ലേലൂയ. അപ്പം ലവോദിക്ക സഭയ്ക്ക് ദൈവത്തിൻ്റെ ദൂതൻ എഴുതുന്ന വാക്കുകളെയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിക്കുവാനായിട്ട്
ഇടയായിത്തീരുന്നു. അവിടെ വായിച്ചത് സത്യവാനും വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്ന വേദഭാഗങ്ങൾ. ഹല്ലേലൂയ. ഈ പട്ടണത്തിന്റെ പ്രത്യേകത ഹല്ലേലൂയ, ഫിലദൽഫിയയിൽ നിന്നും ഏകദേശം 40 മൈൽ മാത്രം ദൂരമുള്ള ഒരു പട്ടണമായിരുന്നു ഈ പട്ടണം. ഈ പട്ടണത്തിന്റെ മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അതിസമ്പന്നമായ ഒരു പട്ടണമായിരുന്നു. ഇത് അതിസമ്പന്നമായ പട്ടണം. അതിസമ്പന്നം എന്ന് പറഞ്ഞാൽ അവിടെ വിശേഷതയേറിയ പല കാര്യങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന്, വളരെ ധനവാന്മാർ അധിവസിച്ചിരുന്ന പട്ടണമാണ്. വലിയ ബാങ്കിങ്, അന്ന് കാലത്ത് വലിയ ബാങ്കിങ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവരുടെ സമ്പാദ്യങ്ങളൊക്കെ വളരെ പൊന്നായിട്ട്, സ്വർണം ഒക്കെ എന്ത് ചെയ്തിരുന്നവരാണ്, സൂക്ഷിച്ചിരുന്നവരാണ്. ഹല്ലേലൂയ. സമ്പാദ്യങ്ങളൊക്കെ സ്വർണത്തിൽ, നമ്മൾ ഇന്നുണ്ടല്ലോ അല്ലേ, പല ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നവര്, പല കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവര്, ഇവര് കൂടുതലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് സ്വർണത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. സ്വർണം മേടിക്കുന്നതിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിസമ്പന്നന്മാരായിരുന്ന ആൾക്കാർ അധിവസിച്ചിരുന്ന ഒരു പട്ടണമായിരുന്നു ലവോദിക്ക എന്ന് പറയുന്ന പട്ടണം. അല്ലേ? മാത്രമല്ല മറ്റൊരു പ്രത്യേകത, ഏറ്റവും വില കൂടിയതായ വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്ന ഒരു പട്ടണം. വലിയ കമ്പിളികളും മറ്റും വില കൂടിയതായ വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്ന ഒരു പട്ടണമായിരുന്നു ലവോദിക്ക എന്ന് പറയുന്ന പട്ടണം. മാത്രമല്ല മെഡിക്കൽ പരമായി നോക്കിയാലും അവർ വളരെ ഉന്നതിയിലുള്ളവരായിരുന്നു. അവിടെ നേത്ര ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ പ്രശസ്തമായ ഒരു പട്ടണമായിരുന്നു ഈ പട്ടണം എന്ന് പറയുന്നത്. അവരുടെ ഈ നാണയങ്ങളുണ്ടല്ലോ, കോയിൻ, അതില് അന്ന് കാലത്ത് ഉണ്ടായിരുന്ന പ്രശസ്തരായ ഡോക്ടർമാരുടെ ഫോട്ടോകളൊക്കെ ആലേഖനം ചെയ്തിരുന്നു എന്നാണ് ചരിത്രം അതിനെക്കുറിച്ച് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ലവോദിക്ക എന്ന് പറയുന്ന പട്ടണം അല്ലെങ്കിൽ ഭൗതികമായ നിലയിൽ നോക്കിയാൽ വളരെ സമ്പന്നവും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നതുമായ ഒരു പട്ടണമാണ് ലവോദിക്ക എന്ന് പറയുന്ന പട്ടണം. ഹല്ലേലൂയ. ഈ സഭയെക്കുറിച്ചാണ്, അവിടെയുള്ള ദൈവസഭയെക്കുറിച്ചാണ് ദൈവത്തിന്റെ ദൂതൻ ഈ പറഞ്ഞ അരുളപ്പാടുകളെ അവരോട് അറിയിക്കുന്നത്. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഇത് ലവോദിക്ക സഭയ്ക്ക് മാത്രമായിട്ട് എഴുതിയിരിക്കുന്ന ദൂതല്ല. ഇന്നും ദൈവസന്നിധിയിൽ ദൈവഭാഗത്തായിരിക്കുന്ന എല്ലാവർക്കും വളരെ പ്രസക്തമായ വാക്കുകളും വാക്യങ്ങളുമാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അവർക്കുണ്ടായിരുന്നത് നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് വിചാരിക്കേണ്ട. ഇത് ദൈവസഭയ്ക്കെല്ലാം ബാധകമായിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നമുക്കവിടെ വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആരാണ് ഇവിടെ ദൈവസഭ സ്ഥാപിച്ചത്? അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ വിശദീകരണങ്ങളൊന്നും ഇവിടെ കൊടുക്കുന്നില്ലെങ്കിലും അവിടെ ഒരു ദൈവസഭ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഹല്ലേലൂയ. ഇനി നമുക്ക് ആ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കും. ഒന്നും കൂടി നിർത്തി ആ ഭാഗങ്ങളൊന്ന് വായിക്കാമോ? മതി. ഹല്ലേലൂയ. ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച്, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കുറിച്ച് രണ്ട് നിലകളിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, അവിടെ പറയുന്നത് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി, അല്ലെ? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് അവിടെ പറയുന്നത് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി എന്നാണ് എന്ത് ചെയ്യുന്നത്, യേശുവിനെ കുറിച്ച് അവിടെ പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇതേ പരാമർശങ്ങൾ, ഇതേ കാര്യങ്ങൾ തന്നെ മറ്റു പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പല ഭാഗങ്ങളിലും ഇതേ അഭിസംബോധന ഈ നിലയിൽ തന്നെ യേശുവിനെ പരിചയപ്പെടുത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഒന്ന്, അവൻ ആരാണ്? വിശ്വസ്തനാണ്. വിശ്വസ്തന് സത്യവാനുമായ സാക്ഷി. അപ്പോൾ സാക്ഷിക്ക് ഉണ്ടാകേണ്ടുന്ന യോഗ്യത ഒന്ന്, അവൻ ആരായിരിക്കണം?
വിശ്വസ്തനായിരിക്കണം. 2 സത്യവാനായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. 3 കാര്യങ്ങളാണ് ഒരു സാക്ഷി എന്ന നിലയിൽ. നമുക്കറിയാം, ഈ കോടതി വ്യവഹാരങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാം ഈ സാക്ഷി പറയുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ 3 കാര്യം. ഒരു സാക്ഷിക്ക് 3 യോഗ്യതകൾ ഉണ്ടാകും. നമ്മുടെ ഈ ലോക കോടതികളിൽ അങ്ങനെയുള്ള യോഗ്യതയുള്ളവരൊന്നും അധികം ഉണ്ടാകത്തില്ല. എന്നാൽ അതിന് വെച്ചിരിക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് 3 നിലകളിലാണ്. ഒന്ന്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടവനാണ്, അവനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൃക്സാക്ഷി എന്ന് പറയുന്നത്, അല്ലേ? സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതായിരിക്കണം. 2, സാക്ഷി എന്ന് പറയുന്ന വ്യക്തി പൂർണ്ണമായി വിശ്വസ്തനായിരിക്കണം, സത്യവാനായിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്, പൂർണ്ണ വിശ്വസ്തനായിരിക്കണം. 3, താൻ കണ്ട കാര്യങ്ങളെ വ്യക്തതയോടുകൂടി പറയുവാൻ കഴിവുള്ളവനായിരിക്കണം. അല്ലേ? അങ്ങനെയുള്ളവരെയാ എന്ത് ചെയ്യുന്നത്? സാക്ഷി എന്ന് പറയുന്നത്, അല്ലേ? 1, അവന് ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം. സാക്ഷി സ്വന്തം കണ്ടുകൊണ്ട് കാണുക മാത്രമല്ല, അവനിലൊരു വിശ്വാസ്യത ഉണ്ടാകണം. സാക്ഷ്യം പറയുന്ന പല സാക്ഷികളെ കുറിച്ച് പറയുന്ന അങ്ങനെയാണ്. ഹല്ലേലൂയ. അവൻ ചില സാക്ഷികളെ കുറിച്ച് അവനൊരു വിശ്വാസയോഗ്യരല്ല എന്ന് പറയും, അല്ലേ? ചിലരെ കുറിച്ച് അങ്ങനെ പറയും. അല്ലെങ്കിൽ നമ്മൾ കോടതി വ്യവഹാരങ്ങളിലൊക്കെ കാണുമ്പോൾ അവൻ ചില സാക്ഷികളെയൊക്കെ കോടതി തന്നെ എന്ത് ചെയ്യും? ഒഴിവാക്കാനിടയായി. കാരണം എന്താ? അവർക്കൊരു വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ട് കോടതി തന്നെ എന്ത് ചെയ്യും? അവരെ ഒഴിവാക്കി വിടുവാനായിട്ട് ഇടയായി. എന്നാൽ ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ എങ്ങനെയുള്ളവനാണെന്നാണ്. അവന് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയാണ്. അപ്പൊ നമ്മുടെ കർത്താവ് അങ്ങനെയുള്ളവനാണ്. അവൻ വിശ്വസ്തനായ ദൈവവും അവൻ സത്യവാനുമായ ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് അവനെ അവിടെ അഭിസംബോധന ചെയ്യുവാനായിട്ട് ഇടയായി തീരുന്നത്. ഹല്ലേലൂയ. പിന്നെ പറയുന്നത് ദൈവ ദൃഷ്ടിയിൽ അവന് ആരംഭമായവൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ എപ്പോ മുതൽ എപ്പോ വരെ എന്നുള്ളതല്ല. ഹല്ലേലൂയ. ഈ ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവനുണ്ട്, അവന് ഉണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ അവസാനം വരെയും അവന് ഉണ്ട്. ഹല്ലേലൂയ. അവൻ എന്തില്ല? ആദ്യനെന്നോ അന്ത്യനെന്നോ എന്ത് ചെയ്യും പറയില്ല, പറയുവാനായിട്ട് കഴിയുകയില്ല. ഹല്ലേലൂയ. എല്ലാ സകല സൃഷ്ടികൾക്ക് മുമ്പേ ഉള്ളവനാണ് ആര്? നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ അത്രയ്ക്ക് വിശ്വാസയോഗ്യനായ വിശ്വസ്തനായ സാക്ഷി എന്നാണ് എന്ത് ചെയ്യുന്നത്? അവിടെ അവനെ കുറിച്ച് അഭിസംബോധന ചെയ്യുവാനായിട്ട് ഇടയായി തീരുന്നത്. ഹല്ലേലൂയ. അത് 2ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ ഇവരെ കുറിച്ചുള്ള ആരോപണങ്ങൾ അവിടെ ആരംഭിക്കുക. ഹല്ലേലൂയ. പ്രശംസയായിട്ടൊന്നും എന്തില്ല അവരെ കുറിച്ച് പറയുവാനായിട്ട് ഇല്ല. ഹല്ലേലൂയ. പ്രശംസയായിട്ട് പറയാത്ത ഏക സഭ ലവോദിക്ക സഭ. മറ്റു സഭകളെ കുറിച്ചൊക്കെ അവർക്ക് നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിൽ നീ ഉള്ളത് എന്ത് ചെയ്തു? പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രശംസിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഒന്നും എന്ത് ചെയ്യില്ല, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും അവരെ കുറിച്ച് പറയുവാനായിട്ട് ഇല്ല. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ വായിച്ചതുപോലെ ഞാൻ നിന്റെ പ്രവൃത്തി എന്ത് ചെയ്യുന്നു? അറിയുന്നു. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനായിരിക്കുന്നു. ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നുകളയും. എന്താ അതിൻ്റെ അർത്ഥം? ഹല്ലേലൂയ. അവിടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ പട്ടണത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത ഹല്ലേലൂയ, എഫെസോസിൽ നിന്ന് അവിടേക്ക് വെള്ളം ഒഴുകി വരും. എഫെസോസിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് അത് നല്ല ശുദ്ധമായ തണുത്ത വെള്ളമാണ്. മറ്റൊരു സ്ഥലത്തുണ്ട് അതിന്റെ അടുത്തുള്ള മറ്റൊരു പ്രദേശത്ത് നിന്ന് ഒഴുകി വരുന്ന വെള്ളം എന്ന് പറയുന്നത് നല്ല ചൂടുള്ള വെള്ളമാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ 2 വെള്ളവും ശേഖരിക്കുവാൻ ഈ പട്ടണത്തിൽ എന്തുണ്ട്? ടാങ്ക് കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും നല്ല നിലയിൽ ഉള്ള സമൃദ്ധിയായിട്ടുള്ള ഒരു പട്ടണമായിരുന്നു ഈ പട്ടണം. ഹല്ലേലൂയ. അപ്പൊ ഈ 2 നിലയിലുള്ള വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പട്ടണത്തിലേക്ക് ഒഴുകി വരുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമുക്കറിയാം, തണുത്ത വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നവോന്മേഷം തരുന്നതാണ്, അല്ലേ? ഒരു നവോന്മേഷം. തണുത്ത വെള്ളത്തിലൊക്കെ മുഖം കഴിയുമ്പോൾ ഒരു
നാമോന്മേഷം വരും. അല്ലേലൂയ. അതുപോലെ തന്നെ ചൂടുവെള്ളം വരുമ്പോൾ എന്താ ചെയ്യുന്നത്? അല്ലേലൂയ. അത് നമുക്ക് അല്ലേലൂയ ഈ ചില